അങ്ങനെ കഴിഞ്ഞ ദിവസം ദൃശ്യേച്ചിയുടെ പിറന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ജിമ്മിൽ പോകാൻ നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ എനിക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, കുറച്ച് യാത്രയൊക്കെ ഉണ്ടായിരുന്നു. യാത്രയുടെ കാര്യം നമ്മൾ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ അത് എന്നിട്ട് നേരെ ജിമ്മിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ജിമ്മിൽ പോണ വഴിക്ക് നമ്മൾ ചെറുപ്പം ഇറങ്ങി കൊറിയറിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. പിന്നെ നമ്മൾ പോണ വഴിക്ക് ബീഫ് വാങ്ങിക്കാൻ വിചാരിച്ചു. ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ലേറ്റ് ആവും, അപ്പോൾ അതൊക്കെ തീരും ചെയ്യും. അപ്പോൾ പോകുമ്പോൾ തന്നെ നമ്മളത് വാങ്ങിച്ചിട്ടാണ് പോയത്. കുറച്ച് ദിവസമായിട്ട് ജിമ്മിൽ ലീവായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജിമ്മിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ തിരക്കാണ്. ഞങ്ങൾ നമ്മൾ വരുമ്പോൾ ആരും ഉണ്ടാവാറില്ല. അപ്പോൾ നല്ല തിരക്കായ കാരണം നമ്മളിന്ന് ജിമ്മിൽ പോയില്ല, അവിടുന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ചേച്ചിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ ഈ കടയിൽ എനിക്ക് സെറ്റ് ആയില്ല. പിന്നെ ചേച്ചീനും കൂട്ടി വരാൻ വിചാരിച്ചിട്ട് അവിടെ നിന്ന് പോന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ മുളവെള്ളം കുടിക്കാൻ കയറിയിട്ടോ. ആദർശേട്ട ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുളവെള്ളം എന്നാണോ നിന്നെ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ആദർശേട്ട അതാ പറയണം, അതുകൊണ്ട് ഞാനും പറയുന്നത്. അവിടെ ഒരു താത്തയാണ് ഇട്ടുള്ളത്. ആ താത്ത ഒറ്റയ്ക്കാണ് നടത്തണേ തോന്നുന്നു. നമ്മുടെ പൂവാട്ടുറുമ്പാണ് സ്പോട്ട് വരുന്നത് കേട്ടോ. വെയിലൊക്കെ കൊണ്ടുവന്ന് കുടിക്കാൻ പറ്റിയൊരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് സംഭവം. പിന്നെ നമ്മളിന്ന് ജിമ്മിൽ പോവാത്ത കാര്യം നമ്മുടെ ഈ വ്ളോഗ് കാണുമ്പോൾ നമ്മുടെ വീട്ടുകാർ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ജിമ്മിൽ പോയി എന്നാണ് അന്ന് അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് ഇറങ്ങിട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വരണ വഴിക്ക് ട്രെൻഡ്സ് കണ്ടപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ഞാൻ അവിടെ തപ്പി തിരഞ്ഞു കേട്ടോ. ഞാൻ വിഷുവിന് പോയപ്പോൾ ഉള്ള അതേ സെയിം കളക്ഷൻ തന്നെയായിരുന്നു അവിടെയും എടുക്കണ്ടായിരുന്നത്. അത് കാരണം ഏതെടുക്കണ്ടേന്നുള്ള നല്ല കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഈ ടോപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ദർശനം അടുത്ത് കുറേ പറഞ്ഞു അതെടുക്കാന്ന്. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ ഒരെണ്ണം സെറ്റായപ്പോൾ അതൊക്കെ എടുത്തു, ബില്ലൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടോ. അതുകൊണ്ട് നമ്മൾ നേരെ പൂവാട്ടുമ്പോൾ തന്നെ കേക്ക് വാങ്ങിക്കാൻ പോയിട്ടോ. നമ്മൾ തൂബ ബേക്കറിക്കാണ് പോയത്. നമ്മൾ എപ്പോഴും കേക്ക് വാങ്ങിക്കുക ഇവിടെ തന്നെയാട്ടോ. ഇവിടെ എപ്പോൾ പോയാലും നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ മോഡലും കിട്ടാറുണ്ട്. അങ്ങനെ അതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കെല്ലാം സെറ്റ് ചെയ്ത് തന്നു കേട്ടോ അവർ. അതിനുണ്ട് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോകുമ്പോൾ ഇത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീട്ടിലെല്ലാവരും ഉള്ള കാരണം നമുക്ക് കേക്ക് ആയതുകൊണ്ട് ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ലല്ലോ, ഫ്രിഡ്ജിൽ തന്നെ വെക്കണ്ടേ. അങ്ങനെ ഇതേ കേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ നേരെ ദൃശ്യേച്ചിൻ്റെ അടുത്ത് കൊടുക്കാൻ പോകട്ടെ. അപ്പോൾ അമ്മമ്മ തുമ്പമ്മയ്ക്കും മക്കൾക്കൊക്കെ ചോറും അരി കൊടുക്കുക. ദൃശ്യേച്ചി ഇത് അച്ചാച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ നല്ലൊരു അടി കൊടുത്തിട്ടാണ് അനിയൻ ചേച്ചീനെ ബർത്ത്ഡേ വിഷ് ചെയ്തത് കേട്ടോ. പിന്നെ വീട്ടിലെത്തുമ്പോഴേക്കും എനിക്ക് വീണ്ടും ദാഹം തുടങ്ങി. കാരണം നമ്മൾ ആ വെയിലത്തല്ലേ വീട്ടിലേക്ക് വരണേ. അപ്പോൾ ഞാൻ നേരെ നാരങ്ങയൊക്കെ എടുത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീഫിക്കുള്ള വെളുത്തുള്ളിയും ഇഞ്ചൊക്കെ അമ്മമ്മ നന്നാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് ആദർശേട്ടൻ മുറിച്ചു തരാമെന്ന് പറഞ്ഞു. ആദർശേട്ടനാണ് ബീഫ് പോർക്കൊക്കെ കൊണ്ടുവരുമ്പോൾ എനിക്ക് നന്നാക്കിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാനിത് വേഗം നാരങ്ങ വെള്ളം ഉണ്ടാക്കട്ടോ. പഞ്ചസാരയൊന്നും ഇടാതെ വെറുതെ ഉപ്പിട്ടിട്ട് കുടിക്കില്ല, അത് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സുഖമല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി പിന്നെ ഇത് വേഗം ബീഫിക്കുള്ള മസാലയൊക്കെ സെറ്റാക്കി കേട്ടോ. അതിൻ്റെ ഇടയിൽ തുമ്പം ചായ ഒക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ഏരിയ കുടിക്കുക അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവളായിരുന്നു പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചായ കുടിച്ചു, എന്നിട്ട് അടിപൊളിയാണ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവളും ഭയങ്കര ഹാപ്പി. പിന്നെ എല്ലാവർക്കുള്ള ഫുഡൊക്കെ ഞാൻ വിളമ്പി കേട്ടോ. അതുകൊണ്ട് ഉച്ച 2:45 ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ. ജിമ്മിക്ക് പോകാൻ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ജിമ്മിക്ക് ഇന്ന് നമ്മൾ പോയിട്ടില്ലെങ്കിലും കൂടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഏതാണ്ട് ജിമ്മ് കഴിഞ്ഞ് വരേണ്ട സമയമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തുമ്പോൾ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിംഗ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.